പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. മണിപ്പൂരിൽ 2 കുക്കി സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തിച്ചു. മെയ് 4 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ക്രിസ്തു ദൗത്യത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ചരിത്രമാണ് സഭയുടേത്. അതുകൊണ്ട് ജീവിക്കുന്നവരുടെ സാക്ഷ്യമാണ് സഭ. അത് ക്രൂശിന്റെ മാർഗമാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരു ക്രൂശ് ഉണ്ടെങ്കിലേ ഉയർത്തുള്ളൂ. എവിടെയൊക്കെ ക്രിസ്തു വിശ്വാസത്തിന് പീഡനങ്ങൾ ഉണ്ടായോ അവിടെയെല്ലാം ക്രിസ്തുമതം വളർന്നിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും പലപ്പോഴും സുവിശേഷത്തിന് ശക്തമായ എതിർപ്പുകളും വെല്ലുവിളികളും രക്തസാക്ഷിത്വങ്ങളും അനുഭവിക്കേണ്ടി വന്നു. അതിനേറ്റവും അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ് മണിപ്പൂർ കലാപം. എവിടെയെല്ലാം എതിർപ്പുകൾ വർദ്ധിക്കുമോ അവിടെയെല്ലാം ക്രൂശിതനായ ക്രിസ്തുവിന്റെ ത്യാഗവും കഷ്ടാനുഭവവും ദൈവിക സ്നേഹവും വെളിവാക്കപ്പെടും എന്നുള്ളത് നിശ്ചയം. മണിപ്പൂർ കലാപത്തിന്റെ ഒരു ദൃശ്യ ആവിഷ്കാരം ഇതാ ഒരു ശില്പിയുടെ ഭാവനയിൽ.